അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. ഒരുപാട് പേര് ദുആ ചെയ്യണം ഇത്ത എന്ന് വാട്സപ്പിലൂടെയും ഓരോ വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് എഴുതി അറിയിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ ദുആയും അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്ന് രാവിലെ തന്നെ വീഡിയോ ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ എനിക്ക് കുറച്ച് സുഖമില്ലാത്ത കാരണം വീഡിയോ പറയാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അതുപോലെ തന്നെ ഇന്നലെ ലൈവിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കുറഞ്ഞൊരു അസുഖം കൊണ്ട് വരാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാ ഇനി എന്നാണ് ലൈവിൽ വരിക എന്ന് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും. നമ്പർ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനൊന്നും കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാ ഒരു ദിവസം നമുക്ക് കമ്മ്യൂണിറ്റിയിൽ അത് പറയാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ പറയുന്നത് ഒരു സഹോദരിക്ക് അവളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. അതായത് ഒരു സൂറത്ത് ഓതിയിട്ട്, ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് ഉസ്താദുമാർ ഓരോരോ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഓരോ ദിക്റുകളെക്കുറിച്ചും സ്വലാത്തുകളെക്കുറിച്ചും ഒക്കെ പറയുന്നവരുണ്ട്. ഒരുപാട് സഹോദരിമാരുമുണ്ട് അല്ലേ? അപ്പോൾ നമ്മളൊക്കെ എല്ലാ ചാനലിലും പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു നോക്കും, നമ്മുടെ ഓരോ കാര്യങ്ങൾ നിറവേറി കിട്ടാൻ. അതുപോലെ തന്നെ ഒരു ചാനലിൽ കണ്ട് ഓതി അൽഹംദുലില്ലാ അവരുടെ കാര്യം അള്ളാഹു റാഹത്തിലാക്കി കൊടുത്തു. എന്താണെന്നല്ലേ? സൂറത്തുൽ ഫത്തഹാണ്. സൂറത്തുൽ ഫത്തഹിനെ കുറിച്ച് ആ ഒരു വീഡിയോ അവൾ കണ്ടു. അപ്പം അവൾ ആ വീഡിയോൻ്റെ കമൻറ്റ് ശ്രദ്ധിച്ചു. ഒരുപാട് പേർക്ക് ഇതുപോലെ ചെയ്തിട്ട് ഉത്തരം കിട്ടി. വെറും 3 ദിവസം 21 സൂറത്തുൽ ഫത്തഹാണ് ഓതി തീർക്കേണ്ടത്. 3 ദിവസം കൊണ്ട് 21 സൂറത്തുൽ ഫത്തഹ് ഓതി തീർക്കണം. അങ്ങനെ ഒരുപാട് പേർക്ക് ഇതുപോലെ ഓതിയിട്ട് ഫലം കിട്ടി, ഇതുപോലെ എനിക്ക് ഇന്നാലിൻ്റെ കാര്യം നടന്നു, ഒരുപാട് കമൻറ്റ് കണ്ട്. ആ ഒരു കമൻറ്റ് കണ്ടപ്പം അവളും ഓതി നോക്കി. അൽഹംദുലില്ലാ അവളുടെ ഭർത്താവും അവളുമായിട്ട് പിരിഞ്ഞു എന്നൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഭർത്താവും അവളും പിരിഞ്ഞു. ഭർത്താവിൻ്റെ കൂടെയാണ് മക്കളുള്ളത്. മക്കളെ കാണാൻ പോവാനോ ഒന്നും അവൾക്ക് കഴിയാറില്ല. അത്രക്കും സങ്കടത്തിലായിരുന്നു അവളുണ്ടായിരുന്നത്. അങ്ങനെ ഈ സൂറത്തുൽ ഫത്തഹ് 3 ദിവസം അവൾ 21 എണ്ണം ഓതി തീർത്തു. അവൾ അത് ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്രക്കും വിഷമമുണ്ടാവും അല്ലേ? അത്രക്കും വിഷമം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൾ അത് ഓതിയത്. അതുകൊണ്ടാണ് അവൾക്ക് ആ 3 ദിവസം കൊണ്ട് തന്നെ വിചാരിച്ച ആ കാര്യം. അവളുടെ ഭർത്താവ് വിളിച്ചു. അങ്ങോട്ട് വിളിച്ചാലൊന്നും ഭർത്താവ് എടുക്കാറില്ല. അങ്ങനെ ആ ഭർത്താവ് ഒരു മഗ്‌രിബ് ഒക്കെ സമയമാവുന്ന സമയത്ത് ഓളെ ഫോണിൽ ഭർത്താവിൻ്റെ നമ്പറിൽ നിന്നും ഒരു മിസ് കോൾ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾ അത് കണ്ടില്ല. ആ ബില്ല് അടിച്ച സമയത്ത് അവൾ ആ ഫോണ് കണ്ടില്ല. വീണ്ടും ഭർത്താവ് വിളിച്ചു. അങ്ങനെ ഇവളെടുത്ത് സലാം പറഞ്ഞ് ഒരു പ്രശ്നവുമില്ല, ഒരു ദേഷ്യമോ ഒരു സംസാരം ഒന്നുമില്ല. അങ്ങനെ അവർ സാധാരണ സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് ഇപ്പോൾ അവൾ ഭർത്താവിൻ്റെ അടുത്താണ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല റാഹത്തിലാണ് അവരുടെ ജീവിതം. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തെറ്റിലുണ്ടായതാണ്, അല്ലാത്ത വേറെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ആ കാര്യം നടന്നു കിട്ടി എന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ചെയ്യുകയാണെങ്കിലും, അതുപോലെ ഇന്നൊരാവശ്യം ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട് എന്ന് വെക്കുക. ആ ഒരു ആവശ്യം നമ്മളെ മനസ്സിൽ നമ്മൾ വെച്ച് അത്രക്കും ടെൻഷനോട് കൂടിയ നമ്മൾ ഓതിയാൽ നമ്മുടെ കാര്യം പെട്ടെന്ന് നടന്ന് കിട്ടും. ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഈ സൂറത്തുൽ ഫത്തഹ് എന്തൊരാവശ്യത്തിനും, ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ 3 ദിവസം കൊണ്ട് 21 തവണ സൂറത്തുൽ ഫത്തഹ് ഓതി തീർക്കുക. ഓതി തീർക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിൽ വേണം ഇന്നതിൻ്റെ കാര്യം നടന്ന് കിട്ടാൻ. ഒരുപാട് കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണ്ട. ഏതെങ്കിലും ഒരൊറ്റ കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഓതി നോക്കൂ. ഇൻഷാ അല്ലാ നിങ്ങളുടെ കാര്യവും അള്ളാഹു, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഈ ഒരു വഴിക്കൂടെയാണ് എൻ്റെ കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരുന്നത് എന്ന്. അത്രക്കും ഫലം കിട്ടും സൂറത്തുൽ ഫത്തഹ് ഓതിയാൽ. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് ഉമ്മമാരൊക്കെ നിയത്താക്കിയിട്ട് ഓതുന്നതുമായിരിക്കും സഹോദരിമാരും ഉമ്മമാരുമൊക്കെ. അപ്പം ഇതിൽ അറിയാത്തവരുണ്ട് എങ്കിൽ അവർക്കായിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്.
അത്രക്കും ഫലം കിട്ടുന്നതാണ്. നിങ്ങളെ മനസ്സിൽ ഓരോരോ പ്രയാസം പറയുന്നവരുണ്ട്, എന്താണ് ചെയ്യുക എന്നറിയില്ല, അത്രക്കും മനസ്സിന് എവിടെ നിന്ന് തുടങ്ങണം നിങ്ങളോട് പറയുക എന്നറിയില്ല, എവിടെ വെച്ച് അവസാനിക്കണം എന്ന് എനിക്കറിയില്ല, അത്രത്തോളം പ്രശ്നമാണ് ഞങ്ങളെ ജീവിതത്തിലുള്ളതെന്ന്. ഒരു സമാധാനമില്ല, എന്നും പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു സൂറത്ത് നിങ്ങൾ മനസ്സിൽ ഇത് കേട്ട സമയത്ത് തന്നെ നിങ്ങൾ നിയ്യത്താക്കുക. എന്നിട്ട് ഇപ്പം നിങ്ങളിത് ഒരു മഗ്‌രിബിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുബഹിൻ്റെ ശേഷമൊക്കെ ഓതാൻ തുടങ്ങുക. എന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം ഓരോ ദിവസവും ഇങ്ങനെ ഓതി ഓതി വെക്കുക. ഒരുപാട് പേജൊന്നുമില്ല സൂറത്തുൽ ഫത്തഹ് ഇല്ലേ, നമ്മൾ അങ്ങനെ ഉണ്ടായത്. എനിക്ക് ഓതണല്ലോ, ഇത്രക്ക് കൂടുതലായിട്ടൊക്കെ എനിക്ക് ഓതി തീർക്കാൻ കഴിയുമോ, അങ്ങനെയൊന്നും ഒരു മനസ്സ് വെക്കരുത്. നല്ല മനസ്സോട് കൂടിയിട്ട്, നല്ല ചിന്തയോട് കൂടിയിട്ട്, വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വെക്കാതെ നല്ലൊരു ചിന്തയോട് കൂടിയിട്ട് വുളു എടുത്തുകൊണ്ട് ഖുർആൻ എടുത്ത് സൂറത്തുൽ ഫത്തഹ് ഇങ്ങനെ ഓതുക. നിങ്ങൾ ആ കാര്യം മനസ്സിൽ വെക്കുക, എൻ്റെ ഇന്ന കാര്യം എനിക്ക് നടത്തിയെടുക്കണം ഇൻഷാ അല്ലാഹ്, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് നിയ്യത്താക്കുന്നത് എന്ന് നിങ്ങൾ നിയ്യത്താക്കിയതിൻ്റെ ശേഷം മഗ്‌രിബിൻ്റെ ശേഷമായിട്ടോ അല്ലെങ്കിൽ ളുഹറിൻ്റെ ശേഷവും നിങ്ങൾക്ക് ഓതി തുടങ്ങാം, അസറിൻ്റെ ശേഷവും ഓതി തുടങ്ങാം, മഗ്‌രിബിൻ്റെ ശേഷം ഓതി തുടങ്ങാം, ഇശാഇൻ്റെ ശേഷമൊക്കെ നിങ്ങൾക്ക് ഓതി തുടങ്ങാം. അതൊക്കെ നമ്മുടെ ഓരോ സമയം, നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു സമയം എപ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു നിങ്ങളൊരു 20 എണ്ണമൊക്കെ കൂടുതലായിട്ടവിടെ ഓതി തീർക്കും, അല്ലെങ്കിൽ ഒരു 10 എണ്ണം തന്നെ ഞാൻ ഇന്ന സമയത്ത് ഓതി തീർക്കും, അങ്ങനെയൊക്കെ നിങ്ങളെ മനസ്സിൽ ഓതി തീർക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഓതി തീർത്താൽ മതി. എപ്പോഴാണ് ഇത് നിങ്ങൾ ഓതുന്നത് ആ ഒരു സമയത്തൊന്നും സംസാരിക്കാതെ ഈ ഒരു സൂറത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ വെച്ചുകൊണ്ട് അള്ളാൻ്റെ ഖുർആനാണ് നിങ്ങൾ ഓതുന്നത്, അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഓതുക. ഞാനിപ്പോൾ നിങ്ങളോട് ഈ ഒരു സഹോദരിക്കുണ്ടായ അനുഭവമൊക്കെ പറഞ്ഞു അല്ലേ, ഞാനതൊരു അനുഭവം നിങ്ങളോട് പറഞ്ഞതാണ്, അത്രക്കും ഫലം കിട്ടുന്ന എന്നാണ്. അത് കേട്ടിട്ട് എന്നാൽ ഞാനും ഒന്ന് നോക്കട്ടെ എന്നല്ല, ഇതുപോലെ ഓതിയാൽ എനിക്കും ഫലം കിട്ടുമല്ലോ, അത്രക്കും ഫലമുള്ള ഒരു ആയത്താണല്ലോ ഇത്, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഓതും, ഇൻഷാ അല്ലാഹ് എൻ്റെ കാര്യവും അള്ളാഹു സാധിപ്പിച്ചു തരും. അപ്പോൾ അന്ന് വേണ്ടിയിട്ട് നമ്മളെ മനസ്സൊക്കെ ഒന്ന് ഒരുങ്ങുക, എനിക്കും എൻ്റെ കാര്യം ഇതുപോലെ ഓതിയിട്ട് എനിക്കും സാധിപ്പിച്ചെടുക്കണം, എൻ്റെ കാര്യവും എൻ്റെ അള്ളാഹു എനിക്ക് റാഹത്തിലാക്കി തരും എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നിയ്യത്താക്കിക്കോളി, ഫലം കിട്ടും, ഉറപ്പാണ്. ആ 3 ദിവസം കൊണ്ട് നിങ്ങളെ കാര്യം അള്ളാഹു സലാമത്താക്കി തരും, ഉറപ്പാണ്. ഇപ്പം തന്നെ മനസ്സിൽ നിയ്യത്താക്കിക്കോളി. അശുദ്ധിയുള്ള സമയത്ത് ഓതാൻ പറ്റില്ല, ഖുർആനിലെ ആയത്താണ്, അതെല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാത്തവരുണ്ട് എങ്കിൽ അവർക്കായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക. ഇതിൽ പറഞ്ഞതൊക്കെ കേട്ട് മനസ്സിലാക്കിയതിൻ്റെ ശേഷമായിട്ട് ഇതേപോലെ ഒന്ന് ഓതി നോക്കുക. നിങ്ങളെ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളിത് ഓതാൻ മനസ്സിൽ വിചാരിക്കുന്നത്, നിയ്യത്താക്കുന്നത്, ആ ഒരു കാര്യം അള്ളാഹു പെട്ടെന്ന് തന്നെ റാഹത്തിലാക്കി തരട്ടെ. മനസ്സമാധാനമില്ലാത്ത ജീവിതത്തിലൂടെയാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ സമാധാനമുള്ളൊരു വഴി നിങ്ങളെ മുന്നിൽ അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. കടം കൊണ്ട് എന്താണ് ചെയ്യുക റബ്ബേ എന്നറിയില്ല, അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അവരൊക്കെ ഇതേപോലെ നിയ്യത്താക്കിയിട്ട് ചെല്ലുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 3 ദിവസം കൊണ്ട് ഉത്തരം കിട്ടിയില്ല എങ്കിലും നിങ്ങൾക്ക് അള്ളാഹു അതിനുള്ള നിങ്ങളാ സങ്കടം എന്താണോ ആ ഒരു സങ്കടം അള്ളാഹുവിനോട് നിങ്ങൾ പറഞ്ഞ് നിയ്യത്താക്കി ഓതുക. അള്ളാഹു ഒരു കാര്യം റാഹത്തിലാക്കി തരും, ഉറപ്പാണ്. എനിക്ക് ഉത്തരം കിട്ടുമോ, ഇതുപോലെ ഓതിയാൽ ഉത്തരം കിട്ടുമോ ഇല്ലേ, അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങളിത് ഓതാൻ നോക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ മനസ്സ് അള്ളാഹ്ക്ക് കാണാം അല്ലേ, അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് നോക്കും. നമ്മളിപ്പോൾ എങ്ങനെ ആരുടെ മുന്നിലും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഉള്ളിലൊന്നും പുറമേ ഒന്നും ഉള്ളവരുണ്ടാവും അല്ലേ, നമുക്കതറിയാൻ കഴിയില്ല. നമ്മൾ വിശ്വസിച്ച് നമ്മളെ എല്ലാ കാര്യവും അങ്ങോട്ട് അവരോട് പറഞ്ഞു കൊടുക്കും. അവരെ മനസ്സിൽ നമ്മളോട് കിബ്രോ അസൂയയോ കണ്ണേറൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം അള്ളാഹ്ക്ക് അതറിയാം. അള്ളാഹ് നമ്മുടെ മനസ്സിലാണ് നോക്കൽ, അള്ളാഹു നമ്മുടെ മനസ്സിലേക്കാണ് നോക്കൽ. ഒരാളെ കാണുന്ന സമയത്ത് ചിലപ്പോൾ അവർ പുഞ്ചിരിച്ച് നല്ല സ്നേഹത്തോടു കൂടി നമ്മളോട് സംസാരിച്ചിട്ട് നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും, മനുഷ്യന്മാരുണ്ടാവും. അപ്പം അവരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക നിങ്ങൾ. നമ്മുടെ കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് എല്ലാവരോടും പറയാതിരിക്കുക. നമ്മളിപ്പോൾ സമാധാനത്തിലും സന്തോഷത്തിലുമുള്ള ഒരു ജീവിതത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അൽഹംദുലില്ലാ
നമുക്കുള്ള ആ ഒരു സമാധാനം, എനിക്കിപ്പോൾ നല്ല സുഖമാണ്, എനിക്കിപ്പോൾ നല്ല സമാധാനമാണ്, അങ്ങനെയൊന്നും ആരോട് പറയാതിരിക്കുക. ആ ഉള്ള സമാധാനം എന്തെങ്കിലും ഒരു കരട് അതിലേക്ക് വന്ന് വീഴും. അതൊക്കെ ഒരു കാരണമാണ്. കണ്ണേറ് വരും. അവർക്ക് നല്ല സുഖമാണല്ലോ. അവരാ മനസ്സ്, നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ആളെ മനസ്സ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത് അവരതിൽ മനസ്സിൽ ചിന്തിക്കുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വെട്ടിത്തുറന്ന് പറയാതിരിക്കുക. മരണം വരെ സംഭവിക്കുന്നതുണ്ട് കണ്ണേറ് കൊണ്ട്, മരണം വരെ. അതുപോലെ തന്നെ നാവ്, ഓരോ മനുഷ്യന്മാരെ നാവ്, അവരെ കുറ്റം പറയല്ല കേട്ടോ. ഓരോ ആൾക്കാർ ഓരോ സംസാരമുണ്ട്. അവരിപ്പോൾ നമ്മൾ നല്ല രീതിയിലായിരിക്കും പറയുന്നത്, പക്ഷെ അവരെ നാവ് ഇതായിരിക്കും. പെട്ടെന്ന് നമുക്ക് ഓരോ പ്രയാസം വന്നു ചേരും. എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ല, അത് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കാര്യത്തിലേക്കായിരിക്കും പോവുക. അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട്. അവരെ ഒരിക്കലും കുറ്റം പറയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വെട്ടിത്തുറന്ന് പറയാതിരിക്കുക. കുറേയൊക്കെ നമ്മളെ ഉള്ളിലൊതുക്കുക എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോൾ ഒരുപാട് സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആരോടാ പറയണ്ടേ? അള്ളാഹിനോട്. ചില ആൾക്കാർ കാണുന്ന സമയത്ത് പറയലുണ്ട്, എനിക്കാരുമില്ല എന്ന്. എനിക്കാരുമില്ല, എനിക്ക് ഉമ്മയില്ല, ഉപ്പയില്ല, ആങ്ങളമാരുണ്ട്, പക്ഷെ അവർ തിരിഞ്ഞു നോക്കില്ല, അവരുടെ കാര്യമായിട്ടാണ്. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് അള്ളയുണ്ട്, അള്ളാഹു ഉണ്ട് നമുക്ക്. എല്ലാവരും നമ്മളെ കൈയൊഴിഞ്ഞോട്ടെ, എല്ലാവരും നമ്മളെ താത്തി കെട്ടിക്കോട്ടെ, അവരൊന്നിനും പറ്റില്ല, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറഞ്ഞ് നമ്മളെ താത്തി കെട്ടട്ടെ, അവർക്ക് കഴിയുന്നിടത്തോളം നമ്മളെ അടിയിലാക്കട്ടെ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളി. അള്ളയുണ്ട് നമുക്ക്. എന്തിനാ വേറെ ഒരാൾ നമുക്ക്? അള്ളാഹു നമ്മളെ കൈയൊഴിയില്ല, ഒരിക്കലും കൈയൊഴിയില്ല. ഈ പറയുന്ന ആൾക്കാരൊക്കെ നമ്മളെ കൈയൊഴിഞ്ഞു പോകും. ഒരുപാട് പണം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ നമുക്കുണ്ടാവും, അല്ലേ? ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളെ ചുറ്റിലുമുണ്ടാവും. നമുക്ക് കുറച്ച് പണം കാര്യമൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ ആകെ പാപ്പറായി, കടം കൊണ്ട് ബുദ്ധിമുട്ടിലായി, അപ്പം നമ്മളെ കുറ്റം പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ സംഭവിക്കണം. അതൊന്നും നിങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്യേണ്ട. ആ ഒരു ഭാഗത്ത് അവരുടെ അടുത്തേക്ക് നിങ്ങൾ ഒന്നിനും പോവുകയും വേണ്ട. ഒന്നിനും അവരെ അടുത്തേക്ക് പോവേണ്ട. അവരെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഓരോ പ്രയാസവും വിഷമമൊക്കെ വരുന്ന സമയത്ത് കുറേ മനുഷ്യന്മാരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇല്ലേ? ഒരുപാട് ആൾക്കാരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരൊക്കെ മനസ്സ് ഇങ്ങനെ ആയിരുന്നു അല്ലേ എന്ന് നമുക്ക് ഓരോ പ്രയാസവും വിഷമമൊക്കെ വരുന്ന സമയത്ത് അവരെ സ്വഭാവത്തിലൂടെയും സംസാരത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാനുള്ള കാരണം, എന്നോട് ഒരുപാട് സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട് ഓരോ വിഷമം. സ്വന്തം ആങ്ങളാർ പെങ്ങന്മാർ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവുമില്ലാതെ, ആങ്ങളമാരൊന്നും തിരിഞ്ഞു നോക്കില്ല. ഉമ്മ ഉപ്പയാണ് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ഉപ്പാൻ്റെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും വിട്ടുകൊടുക്കില്ല. അങ്ങനെയൊക്കെ വിഷമത്തിലാക്കുന്ന, ആകെ ഇവർ കടം കൊണ്ട് ആകെ ബുദ്ധിമുട്ടിലാണ്, കഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണ്. അങ്ങനെ എന്നിട്ട് ഇവരെ ഇട്ട് എത്രത്തോളം കണ്ണീര് കുടിപ്പിക്കാൻ കഴിയും അത്രത്തോളം കണ്ണീര് കുടിപ്പിക്കുന്നവരുണ്ട്. അതൊക്കെ അള്ളാഹു അവർക്ക് കൊടുക്കും. ഇവിടുന്ന് തന്നെ അള്ള കൊടുത്തിട്ടേ അവരൊക്കെ മരിക്കുകയുള്ളൂ. അള്ളാഹു ആദ്യത്തെ പോലെയല്ല ഇപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ വിഷമവും ബുദ്ധിമുട്ടും നമ്മളെ ആക്കുന്നവർക്ക് നമ്മുടെ മുന്നിലിട്ട് തന്നെ അവർക്കുള്ള ശിക്ഷ അവർക്ക് അള്ളാഹു കൊടുക്കും. നമ്മളൊന്നും പറയാൻ പോകണ്ട. ഇപ്പം എങ്ങനെ നമ്മളെ ചെയ്യുന്നവരാണെങ്കിലും എന്തൊക്കെ പറയുന്നവരാണെങ്കിലും ക്ഷമിക്കുക. നമ്മൾ ആരോടും അവരുടെ കുറ്റവും കുറവും ഒന്നും പറയാൻ പോകണ്ട. നമ്മൾ അള്ളാഹിനോട് പറയാം, ഇന്ന വിഷമം എനിക്കുണ്ട്, ഇന്ന ബുദ്ധിമുട്ട് എനിക്കുണ്ട് റബ്ബേ, നീ എന്നെ കൈയൊയ്യല്ലേ. ആരെന്നെ കുറ്റപ്പെടുത്തിയാലും, ആരെന്നെ ഒറ്റപ്പെടുത്തിയാലും, വേണ്ടാത്തവളാക്കിയാലും, അങ്ങനെയുള്ളവർ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നീ എന്നെ കൈയൊയ്യല്ലേ അല്ലാ, നീ ഉണ്ടല്ലോ എനിക്ക്, എന്നെ എല്ലാവരും എന്ത് പറഞ്ഞോട്ടെ, എൻ്റെ റബ്ബേ നീ എന്നെ കൈയൊയ്യല്ലേ. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തോളി. അള്ള നമ്മളെ ഒരിക്കലും കൈയൊയ്യില്ല. വേറെ എല്ലാവരും മക്കൾ നമ്മളെ കൈയൊയ്യും, ഭർത്താവ് നമ്മളെ കൈയൊയ്യും, നമ്മളമ്മമാർ കൈയൊയ്യും, ഉപ്പമാർ കൈയൊയ്യും, ആങ്ങളമാർ കൈയൊയ്യും. അള്ള നമ്മളൊരിക്കലും കൈവിടില്ല. അള്ളാൻ്റെ അടിമയാണ് നമ്മൾ. നമ്മുടെ ഏത് പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങൾ രാവും പകലുമില്ലാതെ അള്ളാഹുവിനോട് പറയുക. നമുക്കൊരു ദിവസം വരും, ഒരു ദിവസം അള്ള നമുക്ക് തരും, അത് ഉറപ്പാണ്. അങ്ങനെയുള്ളൊരു മനസ്സ് വെച്ചിട്ട് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. അതും ആരോ അറിയണ്ട.
ആരോടും പറയണ്ട ഞാൻ അള്ളയുമായിട്ട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ സ്വലാത്ത് ചെല്ലുന്നുണ്ട് എന്നൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. അള്ളാഹു നമ്മുടെ ഇബാദത്ത് ഏത് കൂരിരുട്ടിൽ നിന്നാണെങ്കിലും അള്ളാഹു അത് കാണും. അതിനുള്ള മാർഗം, നമ്മുടെ ആ പ്രയാസത്തിനുള്ള മാർഗം അള്ളാഹു നമുക്ക് കാണിച്ചു തരും ഇൻഷാ അല്ലാ. അത് ഉറപ്പാണ്. നിങ്ങൾ സ്വലാത്തും ദിക്റും ഒക്കെ അധികരിപ്പിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, അള്ളാഹുവിനോട് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. നിങ്ങളുടെ പ്രയാസവും പ്രശ്നങ്ങളുമൊക്കെ അള്ളാഹു ഒരു മാർഗം നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാ അല്ലാ. ഒരുപാട് അനുഭവങ്ങളുണ്ട് അങ്ങനെയൊക്കെ പ്രയാസവും പ്രശ്നവുമായിട്ട് എന്താ ചെയ്യുക എന്നറിയാതെ മരണം വരെ മുന്നിൽ കണ്ട് തൂങ്ങാൻ വേണ്ടിയിട്ട് കയറ് വരെ കൊണ്ടുവച്ചവരുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ തോന്നും തൂങ്ങിയിട്ട് ഇപ്പം എന്താ, ഞാൻ നാളെ ഇപ്പം നമ്മൾ മാഷറെ പോയി നമ്മൾ ഖബറിൽ കിടക്കേണ്ടതല്ലേ. അങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമുക്ക് അങ്ങനെയൊക്കെ തോന്നും, എല്ലാവർക്കും തോന്നും. ഓരോ നിമിഷം ഓരോ അവസ്ഥകളൊക്കെ വരുന്ന സമയത്ത് എന്താ ചെയ്യുക എന്ന് അറിയാൻ പറ്റാത്ത ഓരോ സമയം എല്ലാവർക്കും വരും അല്ലേ. അങ്ങനെയൊന്നും ആരും ഒരിക്കലും ചിന്തിക്കരുത്. മരണം ഒന്നും ആവില്ല. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ദുനിയാവല്ല, നാളെ ആഖിറമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ നമ്മൾ സ്വയം തന്നെ നിയന്ത്രിക്കുക. എന്ത് പ്രയാസവും എന്ത് ആപത്തും പ്രശ്നവും ഒക്കെ വന്നോട്ടെ, അള്ളാഹു ഉണ്ട്. അള്ള നമ്മുടെ കൈയ്യില്ല. എന്തെങ്കിലും ഒരു വഴി നമ്മളെ മുന്നിൽ അള്ള കാണിച്ചു തരും ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഈ സൂറത്തുൽ ഫത്തഹ് നിങ്ങൾ നിയ്യത്താക്കിക്കോളി. ഇപ്പം തന്നെ ഇന്ന് മഗ്‌രിബിൻ്റെ ശേഷം തന്നെ, അല്ലെ ഇശാഇൻ്റെ ശേഷം, അല്ലെ സുബഹിൻ്റെ ശേഷമായിട്ട് 3 ദിവസം കൊണ്ട് ഞാൻ ഈ സൂറത്തുൽ ഫത്തഹ് ഞാൻ 21 എണ്ണം ഞാൻ ഓതി തീർക്കും. ഇന്നാൽ ഇന്ന കാര്യം നടന്ന് കിട്ടാനാണ്, അല്ലെ എൻ്റെ പ്രയാസം, അല്ലെ എൻ്റെ കടമുണ്ട്, അല്ലെ ഭർത്താവിന് ജോലിയില്ല, എന്തൊരു കാര്യത്തിനാണ് നിങ്ങൾ മനസ്സ് വേദനിക്കുന്നത് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിയ്യത്താക്കിക്കോളി ഇൻഷാ അല്ലാ. പെട്ടെന്ന് നിങ്ങൾ ആ വിചാരിക്കുന്ന സമയത്ത് തന്നെ അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങളെ ദുആയിലും നിങ്ങൾ ഉൾപ്പെടുത്തുക. നമുക്ക് നമ്മുടെ വിഷമങ്ങൾ നീങ്ങാനും പ്രയാസങ്ങൾ നീങ്ങാനും ബുദ്ധിമുട്ട് മാറിക്കിട്ടാനും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവിടെ ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ സമാധാനമുള്ള റാഹത്തോടെ നമ്മുടെ ഹൈറായി കിട്ടുക എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.